സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. ഡമാസ്കസിലെ ക്രിസ്ത്യൻ ദേവാലയത്തിൽ നടന്ന ക്രൈസ്തവ കൂട്ടക്കുരുതിയെ അപലപിച്ച് ലോകരാജ്യങ്ങൾ. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ മാർ ഏലിയാസ് ക്രൈസ്തവ ദേവാലയത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ നടത്തിയ ചാവേർ ആക്രമണത്തെ അപലപിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ. സൗദി, ബഹ്റൈൻ, ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിലും ഇറ്റലി, ഫ്രാൻസ്, ബെൽജിയം, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും ക്രൈസ്തവ കൂട്ടക്കുരുതിയെ അപലപിച്ച് രംഗത്തു വന്നു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ദുരിതമനുഭവിച്ചവർക്കും പ്രസിഡന്റിന്റെയും അമേരിക്കൻ ജനതയുടെയും പേരിൽ അനുശോചനം അറിയിക്കുകയാണെന്ന് സിറിയയ്ക്കുള്ള US പ്രത്യേക പ്രതിനിധി തോമസ് ബാരക് ട്വീറ്റ് ചെയ്തു. സഹിഷ്ണുതയുടെയും സംയോജനത്തിന്റെയും പുതിയ സിറിയൻ ഘടനയിൽ ഭീരുത്വവും ഭയാനകവുമായ പ്രവൃത്തികൾക്ക് സ്ഥാനമില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരാധനാലയങ്ങൾ ലക്ഷ്യമിട്ട് സാധാരണക്കാരെ ഭയപ്പെടുത്തുന്നതും നിരപരാധികളുടെ രക്തം ചൊരിയുന്നതും തീവ്രവാദികൾ നടത്തുന്ന അതിക്രമത്തെ അപലപിക്കുകയാണെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. ക്രൈസ്തവ ദേവാലയത്തിൽ നടത്തിയ ഭീകരാക്രമണത്തെ ബഹ്റൈൻ അപലപിച്ചു. സിറിയയിലെ സർക്കാരിനോടും സഹോദരജനങ്ങളോടും ഈ ഹീനമായ കുറ്റകൃത്യത്തിൽ ഇരയായവരുടെ കുടുംബങ്ങളോടും ബന്ധുക്കളോടും രാജ്യത്തിന്റെ ആത്മാർത്ഥമായ അനുശോചനവും സഹതാപവും അറിയിക്കുന്നതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പരിക്കേറ്റ എല്ലാവർക്കും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിച്ചു. ആരാധനാ സ്ഥലങ്ങൾ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ സാധാരണക്കാരെ ഭയപ്പെടുത്തുന്ന അക്രമങ്ങളെയും ഭീകരപ്രവർത്തനങ്ങളെയും പൂർണ്ണമായും നിരാകരിക്കുന്നുവെന്നും ബഹ്റൈൻ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കിടെ നടന്ന ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായി ബെൽജിയം വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സിറിയൻ ജനതയ്ക്കും ആത്മാർത്ഥ അനുശോചനം അറിയിക്കുകയാണെന്ന് ഫ്രാൻസ് അറിയിച്ചു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഫ്രാൻസ് അനുശോചനം അറിയിക്കുന്നു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സിറിയൻ ജനതയുടെ പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണെന്നും ഫ്രാൻസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്നലെ നടന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണത്തിൽ 20ഓളം ക്രൈസ്തവരാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.